നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ വരയ്ക്കാനും വെറുതെ ഒരു ചതുരത്തിൽ 4 ഡയോഡ് വരച്ചാൽ പോരാ. അതിൻ്റെ പൊളാരിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇത് AC കൊടുക്കുന്ന ഭാഗത്ത് ഒരു പ്ലസ് ഒരു മൈനസും വരണം. ഓക്കെ, 2 മൈനസ് ചേരുന്ന ഭാഗത്ത് ഔട്ട്പുട്ട് വരിക പ്ലസ് ആയിരിക്കും കേട്ടോ. 2 പ്ലസ് ചേരുന്ന ഭാഗത്ത് ഔട്ട്പുട്ട് വരിക മൈനസ് ആയിരിക്കും. ഓക്കെ, ഒരു പ്ലസും മൈനസും ചേരുന്ന ഭാഗത്ത് AC കൊടുക്കുക. ഇങ്ങനെയാണ് റെക്ടിഫയർ വരയ്ക്കേണ്ടത്. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ് അല്ലേ. ഇതിൽ ഒരു ഡയോഡിൻ്റെ അക്രോസ് തിയറിറ്റിക്കലി 0.7 ആയിരിക്കും, പ്രാക്ടിക്കലി 0.6 വോൾട്ട് ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏകദേശം ടോട്ടൽ 1.2 വോൾട്ട് ഡ്രോപ്പ് ഉണ്ടാവും ടോട്ടൽ വോൾട്ടേജ്. കാരണം ഇവിടെ പ്ലസ് പറയുകയാണെങ്കിൽ ഇത് റിവേഴ്സാണ്. അപ്പോൾ ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ വന്നു, പ്ലസ്സിൽ നിന്ന് മൈനസിലെത്തിയ ശേഷം ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ പോകില്ല, തിരിച്ച് ഇങ്ങോട്ട് വരും. 2 ഡയോഡ് സീരീസ് വരുന്നുണ്ട് അല്ലേ, 2 ഡയോഡ് സീരീസ് വരുന്നുണ്ട്. അതുകൊണ്ട് 0.6 ആണെങ്കിൽ 1.2 വോൾട്ട് ടോട്ടൽ ഡ്രോപ്പ് വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയും. ഒരു ഡയോഡിൻ്റെ ഡ്രോപ്പ് എത്രയാ സിലിക്കൺ ആണെങ്കിൽ പഠിച്ചത്? അല്ല, ഒരു ഡയോഡിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ് പഠിച്ചത്? നിങ്ങൾ പഠിച്ചത് പറഞ്ഞാൽ മതി. 0.7. സിലിക്കൺ ആണെങ്കിൽ 0.7. ജർമ്മനി ആണെങ്കിൽ ജർമ്മനി ആണെങ്കിൽ 0.4. അപ്പോൾ അതൊക്കെ തിയറിയാണ്. 0.7 നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ ഒരിക്കലും 0.7 കിട്ടാറില്ല, 0.6 റേഞ്ചിലൊക്കെയാണ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, കൃത്യമായിട്ട് പറഞ്ഞത്. ഏകദേശം 1.2 വോൾട്ട് ഡ്രോപ്പ്, 2.6 ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ പ്ലസ് വരുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ പോയി ലോഡ് വഴി, ഇത് ലോഡാണ്, ലോഡ് വഴി ഇവിടെ എത്തി. ഇവിടുന്ന് ഇങ്ങോട്ട് പോവോ? എന്തുകൊണ്ടാണ്? ഇവിടെ പ്ലസ് ആണ്, ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉള്ളിടത്തേക്കാണ് പോവുക. പ്ലസിൽ നിന്ന് പ്ലസിലേക്ക് തന്നെ പോവില്ല, പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് പോവുക. അപ്പോൾ ഈ ഡയോഡാണ് ഫോർവേഡ് ആവുക. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരു പാത്തിൽ 2 ഡയോഡ് സീരീസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡയോഡിൻ്റെ അക്രോസ് 0.6 ആണെങ്കിൽ 2 ഡയോഡ് 1.2 വോൾട്ട് 1.2 വോൾട്ട് ടോട്ടൽ ഡ്രോപ്പ് വരും അല്ലേ. അപ്പോൾ ഇവിടെ 10 വോൾട്ടാണ് കൊടുത്തെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? അതിൽ നിന്ന് 3.2 കുറഞ്ഞിട്ടുള്ള വോൾട്ടേജാണ് ഇവിടെ ഉണ്ടാവുക അല്ലേ. അവിടെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള വേവ് ഫോമാണ് വരിക അല്ലേ. നമ്മളിവിടെ പറയുന്നത് RMS ആണ്. ഒരു AC എന്ന് പറയുന്നത് RMS വോൾട്ടേജാണ്, 10 വോൾട്ട് എന്ന് പറയുന്നത് RMS വോൾട്ടേജാണ്. അപ്പോൾ ഇതിൻ്റെ VM എത്രയാണ്? VM എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇൻറ്റു VRMS ഇൻറ്റു √2. √2 എന്ന് വെച്ചാൽ 1.4 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്നത് 10 ഇൻറ്റു √2 1.414 എന്നുള്ള ഇക്വേഷനാണ്. അപ്പം ഔട്ട്പുട്ട് വരിക 14.14 വോൾട്ടാണ് വരിക. ഓക്കെ, അതിൽ നിന്ന് മൈനസ് ഈ 2 ഡ്രോപ്പ് കുറച്ചാൽ 1.2 കുറച്ചാൽ ബാക്കിയുള്ളത് ഇവിടെ കിട്ടും അല്ലേ, ഏകദേശം. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലായോ? അല്ലെങ്കിൽ പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും, ക്ലിയർ ആക്കിയിട്ട് പോകും. അപ്പോൾ ഇത് ഈ പ്രാക്ടിക്കലി ഉള്ള ഡ്രോപ്പ് കുറയ്ക്കുന്നതാണ്. അതില്ലെങ്കിൽ ഏകദേശം ഇതാണ് വരിക, 14 വോൾട്ടാണ് ഏകദേശം ഔട്ട്പുട്ട് വരിക. അപ്പോൾ നമ്മൾ 10 വോൾട്ടിൻ്റെ റെക്ടിഫൈ ചെയ്യുമ്പോൾ 12 വോൾട്ടിൻ്റെ കപ്പാസിറ്റി ഇട്ട് കഴിഞ്ഞാൽ തെറ്റാണ് വോൾട്ടിൻ്റെ കപ്പാസിറ്റി. കാരണം ഇവിടെ എന്താണ് 14 വോൾട്ട് എന്തായാലും വരും കേട്ടോ. അതിൻ്റെ ഡബിളൊക്കെ ഇടാന്നാണ് എപ്പോഴും സേഫ് ആവുക കേട്ടോ. ഓക്കെ അല്ലേ പറഞ്ഞേ? ഏകദേശം മനസ്സിലായില്ലേ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായിട്ടില്ല പറയും. സേഫ്റ്റി സൈഡ് എന്നുവെച്ചാൽ നമുക്കിവിടെ വരുന്നത് 10 വോൾട്ട് ആണെങ്കിൽ VM എന്ന് വെച്ചാൽ VRMS ഇൻറ്റു √2 ആണ്. ഇക്വേഷൻ പ്രകാരം √2ൻ്റെ വാല്യൂ 1.414 ആണ്. അതുകൊണ്ട് 10 ഇൻറ്റു 1.414 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഇപ്പുറത്തേക്ക് വരും, 14.14 വരിക. അതിൽ നിന്ന് 2 ഡയോഡിൻ്റെ ഡ്രോപ്പ് പറഞ്ഞാൽ 1.2 പറഞ്ഞിട്ടുള്ള വോൾട്ടേജാണ് കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവുക. ഓക്കെ അല്ലേ പറഞ്ഞേ? പക്ഷേ ഇത് ഇങ്ങനെയുള്ളൊരു വേവ് ഫോം ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പറയുന്നത് RMS വാല്യൂ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഏവറേജ് വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം വോൾട്ട് എത്ര ഉണ്ടാവുക? അതാണ് ഈ പറയുന്നത്. ഏകദേശം 14 വോൾട്ടോളം അപ്രോക്സിമേറ്റ് വരും. നമ്മൾ ഈ ഡ്രോപ്പ് കൂട്ടിയിട്ടില്ല, 14 വോൾട്ട് വരും ഏകദേശം. റഫായിട്ട് മനസ്സിലാവുക പറഞ്ഞേ. 14 വോൾട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇടേണ്ടത് 14 വോൾട്ടിൻ്റെ ഒന്നും കപ്പാസിറ്റർ ഇടരുതെന്നാണ് പറഞ്ഞത്. അത്രയും ചെറിയ മാർജിൻ ഇടരുത്, അടുത്ത 25 വോൾട്ടിൻ്റെയോ കൂടുതലുള്ള വോൾട്ടേജിൻ്റെ ഇടണം. പറഞ്ഞ് ക്ലിയർ ആണല്ലോ അല്ലേ? ഇതൊക്കെ ഡിസൈനിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സർവീസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഇല്ല, എക്സാമ്പിൾ ഒരു റിപ്പയർ ചെയ്യുമ്പോൾ ഒരു SMBSൽ ഒരു കപ്പാസിറ്റർ പോയി, അത് 100 വോൾട്ട് 10 മ്യൂസിൻ്റെ ഒരു കപ്പാസിറ്റർ ആണെന്ന് വിചാരിക്കുക. നിങ്ങളടുത്ത 100 വോൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 150 വോൾട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. അത് മാറ്റാൻ അറിയില്ലെങ്കിൽ ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? പറഞ്ഞ ക്ലിയർ അല്ലേ? ഇത് പറഞ്ഞ ക്ലിയർ അല്ലേ?
റെക്ടിഫയറിൻ്റെ ഫുൾ എത്ര ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ഇതൊക്കെ ക്ലിയർ ആയിട്ട് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വേറൊരു കാര്യം, ഇപ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു കപ്പാസിറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ 1000 mF 25 വോൾട്ട് എന്നാണ് ഒരു സ്പെസിഫിക്കേഷൻ വരുന്നത്, പ്ലസും മൈനസും. ഇതിൽ 1000 mF എന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്. ഈ 25 വോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? എന്താ മനസ്സിലാക്കിയില്ല, ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ടില്ല. എന്താ ജി? 25 വോൾട്ടിന്റെ കൂടുതൽ വോൾട്ട് അവിടെ കൊടുക്കാൻ പറ്റില്ല. 25 വോൾട്ട് വരെ കപ്പാസിറ്റി 25 വരെ അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റും. മാക്സിമം അതിന്റെ അക്രോസ് കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജ് കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലായില്ലായിരുന്നല്ലോ? ഇല്ലല്ല, ബാക്കിൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും, നിങ്ങൾ മനസ്സിലായിക്കോട്ടോ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലെന്ന് എല്ലാ കാര്യം അങ്ങനെയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കപ്പാസിറ്റി അക്രോസ് മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഈ പറയുന്നത്. 25 വോൾട്ട് കപ്പാസിറ്ററിന്റെ അക്രോസ് മാക്സിമം 25 കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് പാസ് ചെയ്യും എന്നുള്ളത് ആ വാക്ക് തെറ്റാണ്, അത് മനസ്സിലാക്കാത്തോണ്ട് പറയും. ഇതിന് അക്രോസ് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 25 വോൾട്ടാണ്. മനസ്സിലാകും? ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? കപ്പാസിറ്ററിൻ്റെ കാര്യം ക്ലിയർ ആണ്. ഇനി വേറെ കാര്യം ചോദിക്കുന്നത്, ഒരു 1000 mF കപ്പാസിറ്ററിൻ്റെ കൂടെ ഒരു 1000 mF കൂടി കിട്ടും. ഓക്കെ, എത്രയാണ് ടോട്ടൽ കപ്പാസിറ്റൻസ്? 2000. എത്രയാണ്? എത്രയാണ്? അതായത് റെക്കോർഡ് ആകുന്നുണ്ടോ? കറക്റ്റ് ആണോ? പെട്ടെന്ന് പറ. പാരലൽ. ഇത് പാരലലാണെന്ന് മനസ്സിലായില്ലേ? എത്രയാ? എത്രയാ? എല്ലാരും അവരെ അഭിപ്രായം പറയാ. എന്താ പിന്നെ എത്ര അജി? എത്രയാ? എന്തൊക്കെയോ വെറുതെ പറയുന്നതാണ് അല്ലേ? സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക. ഒരു 1000 ലിറ്റർ ടാങ്ക് 1000 ലിറ്ററും കൂടി അടുത്തടുത്ത് വെച്ചിട്ട് തമ്മിൽ കണക്ട് ചെയ്ത് എത്രയാണ് ടോട്ടൽ കപ്പാസിറ്റി? 2000 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 1000 mF ആണെങ്കിൽ ഇതൊരു ടാങ്കായിട്ട് കണ്ടാൽ മതി കേട്ടോ. 2000 mF ആണ് ടോട്ടൽ കപ്പാസിറ്റി ഉണ്ടാവുക. ഇത് 25 വോൾട്ട് കപ്പാസിറ്റി ആണ്, ഇത് 25 വോൾട്ട് കപ്പാസിറ്റി ആണ്. അതിൻ്റെ അക്രോസ് ടോട്ടൽ എത്ര കൊടുക്കാൻ പറ്റും? 25 50 ആണോ? 25 ആണ് കേട്ടോ. കാരണം മാക്സിമം ഇത്രയും ഇതിൻ്റെ അക്രോസ് കൊടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇവിടെ 10% ടോളറൻസിൻ്റെ, ഇവിടെ 10% ടോളറൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വ്യത്യാസം ഉണ്ടാവും? ടോട്ടൽ 20% ഡിഫറൻസ് വരാം. 10% ആണ് ടോളറൻസ് എങ്കിൽ. ക്ലിയർ അല്ലേ? ടോളറൻസ് എപ്പോഴും ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ പറഞ്ഞേ? ഇത് ക്ലിയർ അല്ലേ? ആണല്ലോ അല്ലേ? അടുത്തത് ശ്രദ്ധിച്ചാൽ, ഒരു 100 mF കപ്പാസിറ്റർ, ഒരു 100 mF കപ്പാസിറ്റർ സീരീസ് കൊടുത്തു. എത്രയാണ് ടോട്ടൽ കപ്പാസിറ്റൻസ്? എത്രയാണ്? അജി അല്ല, ഇന്നലെ തിരിച്ചാ. കപ്പാസിറ്റർ പാരലൽ വെക്കുമ്പോൾ ഏടാവും, സീരീസ് വെക്കുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആണ് ഏകദേശം വരിക കേട്ടോ. സീരീസ് വെക്കുമ്പോൾ പകുതിയാവും കേട്ടോ. അവിടെ 50 mF ആണ് ടോട്ടൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ പറഞ്ഞേ? നെറ്റ് റിസൾട്ട് 50 mF ആണ്. ഓക്കെ അല്ലേ? പറഞ്ഞ ക്ലിയർ അല്ലേ? അല്ലേ? ഇനി ചോദിക്കുന്നത്, ഇവിടെ 50 വോൾട്ട് കപ്പാസിറ്റർ ആണ്, ഇത് 50 വോൾട്ട് കപ്പാസിറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വോൾട്ട് കൊടുക്കാൻ പറ്റും? എത്ര വോൾട്ട് കൊടുക്കാൻ പറ്റും? എത്രയാണ്? എത്ര വോൾട്ട് ഇതിൻ്റെ അക്രോസ് കൊടുക്കാൻ പറ്റും? 50. എത്ര വോൾട്ട് കൊടുക്കാൻ പറ്റും? അഭിന് ഇല്ലല്ല, അതാ പറഞ്ഞേ. 50 ആകുമ്പോൾ 100 വോൾട്ട് കൊടുക്കാം സീരീസ് കൊടുക്കും. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അത് ഫീൽഡിൽ പോകുമ്പോൾ ആവശ്യം വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. 50 വോൾട്ട് ആണെങ്കിൽ ടോട്ടൽ സീരീസ് ആകുമ്പോൾ 100 വോൾട്ട് അതിൻ്റെ അക്രോസ് കൊടുക്കാം. പക്ഷേ കപ്പാസിറ്റൻസ് പകുതി ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ പറഞ്ഞേ? അതെ, 100 വോൾട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ? പറഞ്ഞ ക്ലിയർ അല്ലേ? അല്ലേ? അപ്പോൾ റെക്ടിഫയറിൻ്റെ കാര്യം പറഞ്ഞു.
കഴിഞ്ഞ ക്ലാസ്സിൽ റെസിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെക്ടിഫയർ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചൊരു പല കാര്യങ്ങൾ കവർ ചെയ്ത് പോവുകയാണ്. റെസിസ്റ്റൻസിനെ പറ്റി ഏകദേശം പഠിച്ചു, കപ്പാസിറ്ററിൻ്റെ ഏകദേശം പഠിച്ചു അല്ലേ? ഡയോഡ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഡയോഡ് എന്ന് വെച്ചാൽ നമുക്ക് ഡയോഡ് എന്ന് വെച്ചാൽ എന്താണ് ചെയ്യുക? ഒരു ഡയോഡിൽ കണ്ടക്ട് ചെയ്യും അല്ലേ? 194,007 എന്നുള്ള ഡയോഡ് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഇതെന്താ ഈ 1N എന്താ ഉദ്ദേശിക്കുന്നത്? വൺ ജംഗ്ഷൻ ആണ് ഡയോഡ് ആയതുകൊണ്ട്. 2N എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആണ്, 2 ജംഗ്ഷൻ കേട്ടോ. 4,007 എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതാണ് നമ്പറാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് അറിയാം, കറണ്ട് കപ്പാസിറ്റി എത്രയാണെന്ന് അറിയോ? 1 ആംപിയറിൻ്റെ ആണ് കേട്ടോ. അതുപോലെ വോൾട്ടേജ് റേറ്റിംഗ് എത്രയാണെന്ന് അറിയോ? വോൾട്ടേജ് റേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഡയോഡിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫോർവേഡ് കൊടുക്കുന്ന വോൾട്ടേജ് ആണോ? ഫോർവേഡ് കൊടുക്കുന്ന വോൾട്ടേജ് ആണോ? ഫോർവേഡ് എങ്ങനെ പോയാലും 0.7 ഉണ്ടാവുള്ളൂ. റിവേഴ്സ് വോൾട്ടേജ് ആണ്, 1000 വോൾട്ടാണ് കേട്ടോ. 1000 വോൾട്ടാണ് ഇത് 4,007 റിവേഴ്സ് വോൾട്ടേജ് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്. അത് ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് ക്ലിയർ ആണല്ലോ? ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് അല്ല, ഒരു ഡയോഡിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ചെയ്യുന്നത് അതിൻ്റെ റിവേഴ്സ് മാക്സിമം എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പോൾ നമ്മൾ 5408 എന്നൊക്കെ പറഞ്ഞ ഡയോഡ് ഉണ്ട്. 5408 നമ്മൾ കുറച്ച് തടിച്ച ഡയോഡ് നമ്മൾ സാധാരണ കാണാറുണ്ട്. അതൊന്നുമില്ല, ഇതിലുണ്ട്. ഇതിലുള്ള ഇത്രയും തടിച്ച ഡയോഡ് കേട്ടോ. ഇത് 54 അല്ല, അതിലും കൂടി കപ്പാസിറ്റിയാണ്. 10 ആണ് എന്തോ ആണ്, 10 ആംപിയറിലാണ്. അപ്പോൾ ഇത് 5408 എന്ന് വെച്ചാൽ സാധാരണ 3 ആംപിയറാണ് പറയുന്നത് കേട്ടോ. അത് റഫായിട്ട് നിങ്ങൾ പ്രാക്ടിക്കലി പിന്നെ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ പഠിച്ച് വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ഡയോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യും അല്ലേ? ഇവിടെ ഇതിൻ്റെ നമ്മളിങ്ങനെ വോൾട്ടേജ് സോഴ്സ് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ലോഡുണ്ട്, ഇതാണ് ലോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ 0.1 വോൾട്ട് ആക്കി ഇതിൻ്റെ അക്രോസ് കൊടുക്കുന്നത്. ഇവിടെ എത്ര വോൾട്ട് ഉണ്ടാവും? അതാ ഞാൻ ചോദിച്ചു, ഇവിടെ എത്ര വോൾട്ട് ഉണ്ടാവും? 0 വോൾട്ട് ആയിരിക്കും. കാരണം ഇവിടെ 0.7 ആവുന്ന ഇത് ആ വോൾട്ടേജ് ഫുള്ള് ഇതിൻ്റെ അക്രോസ് ആണ് ഡ്രോപ്പ് ആവുക. കാരണം ഇത് ഓൺ ആയിട്ടുണ്ടാവില്ല. തിയറിറ്റിക്കലി 0.7 ആകുമ്പോഴേ ഡയോഡ് ഓൺ ആവുള്ളൂ. 0.7 ശേഷം 0.8 നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ 0.7 വോൾട്ട് വരെ ഉണ്ടാകുന്നത് ഈ ഡയോഡിൻ്റെ അക്രോസ് ആയിരിക്കും. അതുവരെ ഇത് ഡയോഡിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഡയോഡിൻ്റെ വോൾട്ടേജ് ആണ് 0.7. ഓക്കെ, ഇത് ലോഡിൻ്റെ വോൾട്ടേജ് ആണ്. ലോഡിൻ്റെ 0 തന്നെ ആയിരിക്കും അതുവരെ കേട്ടോ. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, ലോഡ് വോൾട്ടേജ്. ഇത് ഡയോഡ് വോൾട്ടേജ്. ഓക്കെ, 0.7 ആവുന്നവരെ ഇതിൻ്റെ അക്രോസ് 0 ആയിരിക്കും. 0.7 മതി. 0.8 ആയാലോ ഇവിടെ 0.1 ആയിട്ടുണ്ടാവും. ബാക്കിയുള്ളത് ഇങ്ങോട്ട് വരും. ഓണായ ശേഷം ബാക്കിയുള്ളത് ഇതിൻ്റെ അക്രോസ് ഡ്രോപ്പ് ആവും. മനസ്സിലായല്ലോ? ക്ലിയർ ആണോ പറഞ്ഞേ? 0.7 വരെ ഇതിൻ്റെ അക്രോസാണ് ഫുൾ ഡ്രോപ്പ് ഉണ്ടാവുക. 0.7 ആയി കഴിഞ്ഞാൽ ഇത് ഓണായ ശേഷം ബാക്കി ഇതിൻ്റെ അക്രോസ് വരും കേട്ടോ. അപ്പോൾ ഇവിടെ 10 വോൾട്ട് കൊടുത്താലും ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ 10 വോൾട്ട് കൊടുത്താൽ ഇവിടെ എത്ര ഉണ്ടാവും? 9.3 കേട്ടോ. അല്ലേ? എന്താ ആലോചിക്കുന്നത്? പോയിന്റ് ഇത് കേട്ടോ. 10 0.7 പറഞ്ഞാൽ ബാക്കിയുള്ളത് 9.3 വോൾട്ടാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും? ക്ലിയർ അല്ലേ പറഞ്ഞേ? ഡയോഡിൻ്റെ കറക്റ്റ് വർക്കിംഗ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇത് പറഞ്ഞാൽ ക്ലിയർ അല്ലേ? അല്ലേ? ഇനി ഒരു സെനഡയോഡ് കേട്ടോ. സെനഡയോഡ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു 5 വോൾട്ട് സെനഡ്. എന്താ ഉദ്ദേശിക്കുന്നത്? സെനഡയോഡ് നമ്മൾ സർക്യൂട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോർവേഡ് ആയിട്ടാണോ റിവേഴ്സ് ആയിട്ടാണോ? നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ സാധാരണ റിവേഴ്സ് ആയിട്ടാണ് ഡയോഡ് ഉപയോഗിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ 0 വോൾട്ട് പോലെ ഇങ്ങനെ വേരി ചെയ്യാണ് 30 വോൾട്ട് വരെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള
വോൾട്ടേജ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. 0 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇതിനെ ക്രോസ്? അതെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ 0 ഇങ്ങനെ 30 വരെ വേരി ചെയ്യുമ്പോൾ ഇതിൻ്റെ അക്രോസുള്ള ഗ്രാഫ് എന്ന് പറയും. 0 to 5 വരെ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്തായിരിക്കും? കണ്ടക്ട് ചെയ്യില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ 2 റെസിസ്റ്റൻസ് വോൾട്ടേജ് ഡിവൈഡർ ആയിട്ടാണ്. ബേസിക് റൂളാണ് ആദ്യം പഠിക്കുന്നത്. വോൾട്ടേജ് ഡിവൈഡർ ആയിട്ടാണ് ഉള്ളത്. ഇത് കണ്ടക്ട് ചെയ്യില്ല എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഇത് ഹൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതൽ ഏതാണോ അതിൻ്റെ അക്രോസാണ് വോൾട്ടേജ് ഉണ്ടാവുക. അപ്പോൾ 0 to 5 വോൾട്ട് വരെ ഇവിടെ തന്നെ അതിൻ്റെ അക്രോസ് 0 to 5 വരെ ഉണ്ടാവും. പിന്നെ 5 എന്നുള്ള 10 ആക്കിയാലോ ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ പിന്നെ എപ്പോഴും ഇവിടെ 5 തന്നെ ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള വോൾട്ടേജ് ഇതിൻ്റെ അക്രോസ് ഡ്രോപ്പ് ആയിട്ട് വരും. അതുവരെ ഇത് 0 ആയിരിക്കും, കറണ്ട് ഉണ്ടാവില്ല. റിവേഴ്സ് ആയതുകൊണ്ട് 5 വോൾട്ട് ആവുന്നവരെ ഇത് ഓൺ ആവില്ല. ഇവിടെ പ്ലസ് ആകുമ്പോൾ കേട്ടോ 5 വോൾട്ട് ആവുന്നവരെ ഇത് ഓൺ ആവില്ല. 5 വോൾട്ട് ആയാലും ഓൺ ആവും. ഓൺ ആവുന്ന ശേഷമേ കറണ്ട് ഫ്ലോ വരുമ്പോൾ അതിൻ്റെ ആകുന്ന ഇക്വേഷൻ പ്രകാരം ഇവിടെ വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 വോൾട്ടിന് ശേഷം ഇതിന് അക്രോസ് ആണ് വോൾട്ടേജ്. ഇത് സ്റ്റഡി ആവും, മറ്റേ ബാക്കി വോൾട്ട് ഇവിടെ കൂടി വരും. പറഞ്ഞ് ക്ലിയർ ആണോ? 5 വോൾട്ട് വരെ ജനറേറ്ററിൻ്റെ അക്രോസ് അതേപോലെ കൂടി വരും. 5 വോൾട്ട് കഴിഞ്ഞാൽ ജനറേറ്ററിൻ്റെ അക്രോസ് അതുപോലെ ഉണ്ടാവും. സെയിം ലോഡിൻ്റെ വോൾട്ടേജ് പറയുകയാണെങ്കിൽ ലോഡ് വോൾട്ടേജ് സെനർ വോൾട്ടേജ് കേട്ടോ. ലോഡിൻ്റെ വോൾട്ടേജ് വരികയാണെങ്കിൽ ഇവിടെ 0 ആയിരിക്കും. അതിന് ശേഷം കൂടാൻ തുടങ്ങും, ബാക്കിയുള്ള അങ്ങോട്ട് കൂടാൻ തുടങ്ങും. പറഞ്ഞാൽ മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ? ഏത് ഇവിടെയുള്ള വോൾട്ടേജ് ആണോ? ഇവിടെ 0 to 5 വോൾട്ട് വരെ അത് അതേപോലെ ഇവിടെ വരും. അതാണ് ഈ വരച്ചത് 0 to 5. അതിന് മുകളിലേക്ക് എപ്പോഴും 5 തന്നെയായിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ശരിയായിരിക്കും. 0 to 5 വോൾട്ട് ആവുന്നവരെ 5 വോൾട്ട് തന്നെയാണ് ഇതിൻ്റെ അക്രോസ് ഉണ്ടാവുക. ബാക്കിയുള്ളത് ഇവിടെ ഡ്രോപ്പ് ആവുന്നത്. 5 വോൾട്ട് ആയിക്കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഓൺ ആവും. ഓൺ ആകുമ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ വരും. 5 into 6 ഇക്വേഷൻ പ്രകാരം ഇവിടെ വോൾട്ടേജ് ഉണ്ടാവും. ഇവിടെ ജനറേറ്ററിൻ്റെ പ്രത്യേകത അതെപ്പോഴും കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും. അതിൻ്റെ 5 വോൾട്ട് വരെ അങ്ങനെ വരും. അതിനുശേഷം എത്ര വോൾട്ട് കൊടുത്താലും ഏകദേശം ശരിയായിരിക്കും കേട്ടോ. ജനറേറ്ററിൻ്റെ വർക്കിംഗ് മനസ്സിലായിട്ടുണ്ടോ? റിവേഴ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇത് അറിയായിരുന്നോ? അറിയായിരുന്നോ? പക്ഷെ അങ്ങനെയല്ല, കറക്റ്റ് മനസ്സിലാക്കിയല്ലോ. അറിയായിരുന്നോ? ആണ് ഉപയോഗിക്കുന്നത് മനസ്സിലായി. ഇങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത്, ഇങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത് മനസ്സിലായി. അറിയായിരുന്നോ? ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത്. വർക്കിംഗ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇതിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? അതൊന്ന് സ്റ്റോപ്പ് ചെയ്തോ. പോസ് ചെയ്താൽ മതിയോ? സ്റ്റോപ്പ് ചെയ്തോ.